നമസ്കാരം. നമ്മൾ ടൈറ്റിലിൽ കണ്ട പോലെ തന്നെ ഒരു തിരക്കുള്ള രാവിലെ സമയമാണ് കേട്ടോ. അതായത് സ്കൂളിലേക്ക് പോണതിന് മുമ്പായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ കൂട്ടാൻ, അതെ ഈ ഒരു പൊട്ടറ്റോൻ്റെ ഉള്ള മസാലക്കറിയാണ് ഇന്ന് മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ ഈ ഒരു കൂട്ടാൻ. ചപ്പാത്തിയാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം ഒരു ബ്രെഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ബ്രെഡിൻ്റെ കൂടെയും ഇത് കൂട്ടി കഴിക്കാനായിട്ട് നല്ല സ്വാദാണ്. എന്നാൽ ചപ്പാത്തി ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴേക്കും ഇനി ഉച്ചക്കലേക്ക് ആവില്ല. ഉച്ചക്കലേക്ക് വേണ്ടിയിട്ട് ഒരു പുളിശ്ശേരി ഉണ്ടാക്കണം, ഒരു തോരൻ ഉണ്ടാക്കണം. അതൊക്കെ രാവിലെ തന്നെ ആവണമല്ലോ സ്കൂളിൽ പോണോണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കണത് വേറൊരു വീഡിയോ ആയിട്ട്, അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഇന്നിപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു പൊട്ടറ്റോ മസാലക്കറിയാണ് കാണിക്കുന്നത് കേട്ടോ. ആദ്യം ഒരു മസാലപ്പൊടി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് കുരുമുളകാണ് ആദ്യം എടുക്കുന്നത്. ടീസ്പൂണിലുള്ള അളവുകൾ ആദ്യം പറയാം കേട്ടോ. 1/2 ടീസ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളക്, 1 ടീസ്പൂൺ നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം, ഒരു 4 ഏലക്കായ, ഒരു കഷ്ണം പട്ട, 4 ഗ്രാമ്പൂ. ഇനി വേണ്ടത് മല്ലിയാണ്. മല്ലി ടേബിൾ സ്പൂണിലാണ് അളവ് പറയണത്. 2 ടേബിൾ സ്പൂൺ മല്ലി. ഇതാണ് നമ്മുടെ മസാലയ്ക്ക് വേണ്ടത്. ഇതിൻ്റെ കൂടെ നമുക്ക് പിരിയമുളക്, കശ്മീരി മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് വേണം ഇതൊന്ന് വറുത്ത് പൊടിച്ച് വെക്കാൻ. അപ്പം എൻ്റെ കയ്യിൽ മുളക് പൊടി ആയതുകൊണ്ട് ഞാനത് തീ ഓഫാക്കണതിന് മുമ്പായിട്ട് ചേർക്കണേ ഉള്ളൂ കേട്ടോ. ജീരകം നന്നായിട്ട് പൊട്ടി മല്ലിയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കശ്മീരി മുളക് പൊടിയാണ് ചേർക്കേണ്ടത് കേട്ടോ. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ വളരെ കുറവ് ചേർത്താൽ മതി. പക്ഷെ നമുക്ക് എപ്പോഴും മസാല കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു കളർ വേണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കശ്മീരി മുളക് പൊടി ഒരു 2 ടീസ്പൂൺ അളവിലാണ് ചേർക്കണത്. മുളക് പൊടി ചേർത്ത ഉടനെ തന്നെ തീ ഓഫാക്കിയിട്ട് മുളക് പൊടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ മസാല പൗഡർ റെഡിയായി. ഇതെന്ന് പറഞ്ഞാൽ ഗരം മസാല പോലെയല്ല കേട്ടോ. ഗരം മസാലയുടെ സ്വാദേ അല്ല. നമുക്ക് പനീർ ബട്ടർ മസാല ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ വെജിറ്റബിൾ കടായി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റിയ ഒരു നോർത്ത് ഇന്ത്യൻ ഒരു ഫ്ലേവറുള്ള ഒരു മസാലപ്പൊടിയാണ്. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ രാവിലെയൊക്കെ തിരക്ക് പിടിച്ച സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒരു മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഇത് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിൽ അടച്ചു വെക്കുകയും ചെയ്യാം. നമ്മൾ പൊടിച്ച മസാലപ്പൊടിയുടെ ബാക്കി വന്നത് ഞാൻ ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിൽ നല്ല ടൈറ്റാക്കി അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് നാളേക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. സാധാരണ സാമ്പാർ പൊടിയും രസപ്പൊടിയും ഒക്കെ എടുത്തു വെക്കുന്നത് പോലെ നമുക്ക് എടുത്തു വെക്കാം. നമ്മൾ കുക്കറിലാണ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാൻ പോണത്. ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളയേണ്ട ആവശ്യമില്ല, അതുപോലെ ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 6 വിസിലടിച്ചിട്ട് നല്ല ഉടച്ചെടുക്കാൻ പാകത്തിന് വേവിച്ചെടുക്കുക. വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. തൊലി കളഞ്ഞതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇനി ഉരുളക്കിഴങ്ങ് നമുക്ക് പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. കഷ്ണങ്ങൾ നല്ലോണം വേണമെന്നുള്ളവർക്ക് കുറേശ്ശെ കഷ്ണങ്ങളാവാം, നല്ലോണം ഉടയണം എന്നുള്ളവർക്ക് അങ്ങനെ ആവാം കേട്ടോ. നമ്മൾ മിക്സിയിൽ പൊടിച്ചിട്ടുള്ള അതേ മിക്സിയുടെ ചെറിയ ജാറിൽ തന്നെയാണ് 2 തക്കാളി നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം, തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം വരെയൊക്കെ എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും തക്കാളിയും കൂടിയിട്ടാണ് നല്ല പേസ്റ്റ് ആക്കിയിട്ട് വെള്ളം ഒഴിക്കാതെ നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടി പോണത്. തക്കാളി ഇഞ്ചിയും കൂടിയിട്ടുള്ള പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ചേർക്കണത് കേട്ടോ. നെയ്യും വെളിച്ചെണ്ണയും പകുതിയായിട്ട് എടുക്കാം, അതാണ് സ്വാദ് ഉണ്ടാവുക. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ് ആദ്യം ചേർക്കുന്നത്. കായപ്പൊടി ചേർത്ത് അതൊന്ന് ചൂടായ ഉടനെ തന്നെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർക്കുകയാണ്. തക്കാളി ഒരു 5-6 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചവാസന മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി അതൊരു കുറുകിയ പാകത്തിലായിട്ടുണ്ടാവും. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇനി നമ്മൾ ഫ്രഷ് ആയിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മസാലപ്പൊടി കൂടി ചേർക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.25 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട്. ഇനി മസാലപ്പൊടിയിലുള്ള എരിവ് നമ്മൾ കശ്മീരി ചില്ലി ആണല്ലോ ചേർത്തിട്ടുണ്ടായിരുന്നത്. അത് നോക്കുക, അവസാനം പോരാന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി മുളക് പൊടി ചേർത്താൽ മതിയാവും. പൊടികളുടെ പച്ചവാസന മാറണത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടില്ല, തക്കാളി പേസ്റ്റിൽ ഉപ്പില്ല. അപ്പോൾ ഈ ഒരു കൂട്ടാനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക.
മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കുകയാണ്. നമുക്ക് എത്രയാണോ തിക്നെസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കുക. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അവസാനം നമ്മൾ തീ ഓഫ് ആക്കണതിന് മുമ്പായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുകയാണ്. മല്ലിയില ഇല്ലെങ്കിൽ നമുക്ക് കറിവേപ്പില ആണെങ്കിലും മതി, ഇല്ലെങ്കിൽ കസൂരി മേത്തി ആണെങ്കിലും മതി. അപ്പം ഇത് നമുക്ക് വേറെ തേങ്ങ ചേർത്തിട്ടില്ല, ഒന്നും ചേർത്തിട്ടില്ല. ഈ ഉരുളക്കിഴങ്ങിൻ്റെ തന്നെ കൊഴുപ്പ് ഈ ഒരു കൂട്ടാൻ ഉണ്ടായിരിക്കും കേട്ടോ. കോൺഫ്ലവർ ഒന്നും ചേർത്തിട്ട് നമുക്ക് തിക്കാക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് തണുക്കുമ്പോഴേക്കും ഒന്നും കൂടി നല്ലോണം കുറുകും. ഇപ്പം തന്നെ ഒരു കുറുകിയ പാകത്തിനാണ് ഉണ്ടായിരിക്കുക. പിന്നെ പേഴ്സണലി ഉരുളക്കിഴങ്ങ് എങ്ങനെ ഉണ്ടാക്കണേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വാദം എന്ന് പറയുന്നത് ഈ മസാലപ്പൊടി കൂട്ടിയിട്ട് ഇതുപോലെ വെറുതെ സിമ്പിളാക്കി ഉണ്ടാക്കുമ്പോഴാണ്. ചപ്പാത്തിക്കാണെങ്കിലും പൂരിക്കാണെങ്കിലും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ദോശയ്ക്കും ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വെളുത്തുള്ളി, ഉള്ളി, തേങ്ങ ഇതൊന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ പൊടി മാത്രം ചേർത്തിട്ടും നല്ലൊരു ഉരുളക്കിഴങ്ങ് ബാജിന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം, ഒരു മസാലക്കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.